കൊള്ളയടിക്കാൻ അതിലൊരു സാധനമില്ല മാലേച്ചി. നല്ല ആളാ. കുട്ടികൾക്കും കൂടി ഒന്നും കൊണ്ടുവരാതെ കൈയും വീശി വന്നിരിക്കുന്നു. മുത്തശ്ശൻ ഒരു പൊതയും മഫ്ലറും വാങ്ങി. സന്തോഷാവട്ടെ. മാലേച്ചിക്ക് ഇപ്പൊ നല്ല കോളാണെന്ന് മനസ്സിലായി. ആരാ പറഞ്ഞത്? ആരെങ്കിലും പറയണോ? അപ്പുണ്ണിയേട്ടൻ കരാറെടുത്ത റോഡിലൂടെയാണ് ഞങ്ങൾ വന്നത്. ആന നിന്നാ കാണില്ല ഓരോ കുണ്ടും കുഴിയും. സർക്കാരിന്റെ കാശ് വെട്ടിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഇല്ലേ? എടാ പതുക്കെ പറ, അന്യന്മാര് കേൾക്കണ്ട. നീ മുതലാളി എന്ന് മുമ്പ് പറഞ്ഞിരുന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വല്ല തന്തപ്പടിയാവുന്ന. എത്ര വയസ്സുണ്ടാവും? ഒരു 33. കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താടാ കല്യാണം കഴിക്കാത്തത്? വേണ്ട വെച്ചിട്ടാവും. ഒരു ശല്യമല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. വേണ്ടിയിരുന്നില്ല എന്ന് അപ്പുണ്ണിയേട്ടൻ എന്നെ തോന്നുന്നുണ്ടാവില്ലേ ഇപ്പോ സത്യത്തില്? ചെക്കാ, ഞാൻ മോന്തയ്ക്കുന്നു തന്നാലുണ്ടല്ലോ. ഇവിടെ വലിയൊരു വിഷയം വേണുവേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തതെന്നാ ഇപ്പോ. ആ വാ ചേച്ചിയുടെ മക്കളാ ഇത് രണ്ടും. ആ തള്ളയും ചേർന്ന് എന്താ മോഷ്ടിക്കാനുള്ളതെന്ന് നോക്കുമായിരുന്നു എന്റെ പെട്ടിയില്. അമ്മിണിക്കുട്ടി പാട്ട് പഠിക്കുന്നുണ്ട്. ഇത് ബാബു. ഫാൻസി ഡ്രസ്സിൽ എനിക്ക് എന്ത് വിഷമായിരുന്നു? കാട്ടാളൻ. ഓ, എന്നിട്ട് സമ്മാനഫലം കിട്ടിയോ? ആ കിട്ടി, സെക്കൻഡ് പ്രൈസ്. എന്റെ മ്യൂസിക് വരുന്ന ഡോളില്ലേ, അതിവൻ കേടാക്കി രാജമാമേ. ഞാനല്ല, ചേച്ചി വെറുതെ ഓരോന്ന് പറയണ്ട. അത് തന്നെ കേടോന്നാ. തന്നെ കേടുവരിക നീ എന്നെ എനിക്കറിയാം. ഞാൻ തൊട്ടിട്ട് കൂടില്ലാന്നാ പറഞ്ഞേ. നീ തൊട്ട് ഞാൻ കണ്ടതല്ല. ഞാൻ തൊട്ടിട്ട് കൂടില്ല പറഞ്ഞില്ല. വഴക്കൂടിയാലുണ്ടല്ലോ ദേ ഈ അമ്മാമയ്ക്ക് കലി കയറും. ദേഷ്യം വന്ന ചെറിയ കുട്ടികളെ പിടിച്ച് അങ്ങനെ വിഴുങ്ങിക്കളയും. ആ കാട്ടാളനും കാട്ടാളത്തി ഇപ്പൊ അടുക്കളയിൽ പോയി അവിടെ വലിയ കാട്ടാളത്തിൽ എന്തൊക്കെയാ ചെയ്യുന്ന നോക്ക്. ചെല്ലിയല് നിലയന്നൂർ ഒരു ചെറിയ ടൗണാ. 20 മൈലുണ്ടാവും. അവിടെ ഗവൺമെന്റിന്റെ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്. ഒരു AC റൂമും ഉണ്ട്. ഇത് മതി ധാരാളം. ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ഹോളിഡേസിൽ നീ ഇന്നലെ ടൗണിൽ നിൽക്കണേ. നൈസ് പ്ലേസ്. ഇങ്ങനെ വീടും ആൾക്കാരും ഒക്കെ ഉണ്ടാവുമ്പോ തന്നെ ഒക്കെ ആയിരിക്കണം. ശിവേട്ടന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു അച്ഛാ, ബോംബെന്ന്. പരിചയപ്പെട്ടവർക്കൊക്കെ അവനെന്ന് വെച്ചാ കയ്യാലെ നിൽക്കണയിടത്ത് പുതിയ ഫാഷൻ ഒരു നല്ല വീടുണ്ടാക്കണം. റോഡിന്റെ സൈഡിൽ സ്ഥിരമായിട്ട് വാടക കിട്ടാൻ 5 മുറി പീടി എടുക്കണം. അങ്ങനെ പല മോഹങ്ങളും പറഞ്ഞിട്ട് പോയ ആളാ. വേണോട്ടാ വരൂ. ശിവൻകുട്ടി പോയ സ്ഥാനത്ത് ദൈവം ഒരാളെ തന്നു. എനിക്കും ഇവന്റെ അമ്മയ്ക്കും ഉള്ളിൽ എപ്പോഴും ആ ഒരു വിചാരമുണ്ട്. ഇവനെ കൊണ്ടുപോയി ഒരു വഴിക്കാക്കിയത് കൊണ്ട് ബുദ്ധിമുട്ട് കൂടാതെ കഴിയണമെന്ന്. എന്നും ഞങ്ങളാച്ചാലില്ലാത്ത കാലത്തും ഇവിടുത്തെ കുട്ടികളെ പറ്റി ഒരു ശ്രദ്ധ ഉണ്ടാവണം. അതേ എനിക്ക് പറയാനുള്ളൂ. വരൂ കഴിക്കാം. രാജന്റെ മുതലാളി വന്നിട്ടുണ്ട്. ഓ, അതാ കാറിൽ വന്നത്. അമ്പലത്തിലെ ഒരു കൂട്ടുപായസുണ്ടായിരുന്നു. നന്നായി. മധുരം ഒന്നും ഇല്ലാലോ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. അയ്യോ മതി മതി. നാടൻ വട്ടാവും. ഞാനും ശരിക്ക് പറഞ്ഞ ഒരു നാടൻ തന്നെയാ. ഓണിന്റെ ശരിക്കുള്ള വീട് കാഞ്ഞിക്കളന്ന സ്ഥലത്തിൽ വരും, മണ്ണാർക്കാടിനടുത്ത്. പക്ഷെ ചെറുപ്പത്തിലെ അവിടം വിട്ടു. അമ്മയുടെ തറവാട് വേറെ ഒരു സ്ഥലത്താ. അവിടെ ഇപ്പോ ആരുമില്ല. അച്ഛാ, വേണുവേട്ടൻ പഠിച്ചതൊക്കെ ബോംബെയിലാ. അപ്പോഴാണല്ലോ ശിവേട്ടനുമായിട്ട്. പകല് ജോലി, രാത്രി പഠിപ്പ്. ബോംബെയിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ശിവേട്ടന് നിർബന്ധമായിരുന്നു. ഞാനേ പഠിച്ചില്ല. ഇവനെ പഠിപ്പിക്കണം ആവണത്ര എന്ന് എഴുതുന്നപ്പോഴും. പഠിപ്പെന്ന് വെച്ചാൽ വലിയ കാര്യമായിരുന്നു. അപ്പുണ്ണിയേട്ടാ ഇരുന്നോളൂ. അളിയനാ ഇതെന്റെ. മനസ്സിലായി, ധാരാളം കേട്ടിട്ടുണ്ട്. കൈ കഴുകി ഇരുന്നോളൂ. എനിക്ക് പിന്നെ മതി, ഒന്ന് കുളിക്കണം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയതാ. ഓ, പായസം സദ്യ തന്നെ ആയല്ലോ മാലേച്ചി. ഇതിപ്പോ ദേവി കൊണ്ടുവന്നതാ. അപ്പുണ്ണിയേട്ടനും മാലേച്ചിയും തൊട്ട് പിന്നിലെ വീട്ടിലാ താമസം. വീട് അതാണെന്ന് പറയാമെന്ന് തന്നെ ഉള്ളൂ. പിന്നിലൊരു വഴി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ നേരത്ത് പിള്ളേരെ ആട്ടി തെളിച്ച് നേരെ ഇങ്ങോട്ട് കടന്നാൽ മതി. വീട്ടു ചെലവെന്ന് പറഞ്ഞൊരു ചിന്ന കാശ് പുറത്തിറക്കേണ്ട കാര്യമില്ല. നീ അധികം പറഞ്ഞാലേ ഇവനെ സൂക്ഷിക്കണം കേട്ടോ. വിശ്വസിച്ച് ഓരോന്ന് ഏൽപ്പിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടി തന്നെയാണ് പറയണത്. തൈര് കൂട്ടാൻ ഇത്തിരി ചോറ്. അയ്യോ വേണ്ട.
എന്നിട്ട് രാജന്റെ വിക്രിയ പറഞ്ഞില്ല? ഞാൻ പറയട്ടെടാ. ഓ പറഞ്ഞോളൂ. ഇവനേ അല്ലെങ്കിൽ വേണ്ട. മാലേച്ചി തട്ടാനും കൊടുക്കാൻ തന്ന ഒരു 100 രൂപയും കൊണ്ട് ഞാൻ കടന്നു. അതാണ് കാര്യം വേണുട്ടാ. എന്നിട്ട് എവിടെ വരെ എത്തി? പാലക്കാട്ട് 2 ദിവസം കുശാൽ. ശിവൻകുട്ടിയുടെ അടുത്തേക്ക് ബോംബെക്കോ മറ്റോ വണ്ടി കയറിയിട്ടുണ്ടാവോ എന്ന് പേടിച്ചിരിക്കുമ്പോ ഇന്ത്യ ഭീഷണിയായിട്ടെ അടുത്ത് ബോംബെക്ക് പോവാന്നായിരുന്നല്ലോ താക്കോലോളം വലിപ്പം ഉണ്ടായിരുന്ന കാലത്തും. 2 ദിവസം ബിരിയാണി, 3 നേരം, സിനിമ 2 എണ്ണം, 3 ഷോ, 100 ക്ലീൻ. വേഗം മടങ്ങുകയും ചെയ്തു. ഞാൻ തല്ലില്ല എന്നറിയാം. ആ ധൈര്യം അല്ലാണ്ട് എന്താ പറയാ. പക്ഷെ വേണുട്ടാ, ഈ അന്യായം കേൾക്കണം. ആ 100 രൂപയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മാലേച്ചിയും ഈ അളിയനും കൂടി എന്നെ പിഴിയുന്നതിന് ഒരു അവസാനം വേണ്ടേ? എത്ര കൊടുത്താലും ആ കടം പിന്നെയും ബാക്കി. ഇങ്ങനെ ഒന്ന് ചിരിച്ചു കാണുന്ന അപൂർവ. ഓഫീസിലൊക്കെ നരി നരി പോലെയല്ലേ? അതെയാ? പിന്നെ ഹോട്ടല് തുടങ്ങാൻ പോണെന്ന് പേപ്പറിൽ കണ്ടു. ആ, ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് വേറെ കമ്പനി. അതിന്റെ മാനേജിംഗ് പാർട്ട്ണർ ദാ ഇവിടെ തന്നെ ഉണ്ട്. ഈ ഹോട്ടൽ എന്ന് വെച്ചാൽ കുറച്ച് വലിയ ഏർപ്പാടാണോ? ആ, 2-2.5 കോടി വരും ടോട്ടൽ. മാനേജിംഗ് പാർട്ട്ണർ KP രാജഗോപാൽ. ശരിക്കും കേട്ടോ, 2.5 കോടി. അളിയൻ ഇപ്പൊ ബോധം കെട്ട് വീഴും. താങ്ങിക്കോളൂ. 2.5 കോടി? മുഴുവൻ സർക്കാരിൽ നിന്നുള്ള കടം ഞങ്ങൾ ഇടുന്നത് 20 ലക്ഷം മാത്ര. എന്താ ഈ കേക്കണ? നീ കാശ് മുടക്കാണ്ട് എങ്ങനെയാടാ മാനേജറും പാർട്ട്ണറും ഒക്കെ ആവണം? വിശ്വസിച്ച് ഇങ്ങനെ 100 കാര്യങ്ങൾ അനിയനെ ഏൽപ്പിക്കുന്ന ആളോടാ നീ തമാശയാണെങ്കിലും നേരത്തെ ഓരോന്ന് പറഞ്ഞത്. വേണുവേട്ടൻ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എന്റെ പേരിലും കുറെ ഷെയർ ഉണ്ടെന്നാ പറയണേ. ഓഡിറ്റർ കണക്ക് പറയാൻ തുടങ്ങിയ എനിക്ക് തന്നെ പേടിയാവും. ദേവി ഇരുന്നോളൂ, ഞാൻ കഴിച്ചു. ചേച്ചിയമ്മ ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. നാളെ ആണ്. അവിടുന്ന് എല്ലാരും വരില്ലേ? അച്ഛന് കേസുണ്ടെന്ന് പറയണ കേട്ടു. അമ്മയും ഞാനും വരും. വേറെക്കാരെന്താ വരാത്തത്? അത്രയധികം ആളൊന്നും ഇല്ലല്ലോ അച്ഛാ, രാത്രി നോക്കിയാ മതി. ഇതാരാ? ഞാനാ. ഇത് വലിയ മച്ചി, ഇതാ അമ്മായി. ശല്യപ്പെടുത്താ പോവാമണി. ഹേയ്, അവരെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. കുറെ കൂടെ വലിയൊരു ആൽബം ഞാൻ കൊടുത്തേക്കാം. രാജമാമയെ ഓർപ്പിച്ചാ മതി. അപ്പൊ എനിക്ക് വന്നു. ആ ശരി. ആ ചെല്ലു ചെല്ലു. വേണുവേട്ടന് വേണമെങ്കിൽ ഒന്ന് മയങ്ങാം. എപ്പോഴും തരാവാത്തൊരു ലക്ഷറി. വൈകുന്നേരം നമുക്ക് പുഴവക്കത്ത് പോവാം. മുത്തശ്ശന് കുറച്ചേരം കീഴടങ്ങി കൊടുക്കണ ജോലി ബാക്കിയുണ്ട്. ആയിക്കോട്ടെ. ദേവി, രാത്രി വാ, ഭഗവതി സേവയ്ക്ക് തൊഴണ്ടേ? അവിടെയും പണിയുണ്ട്. ഗുരുതിക്ക് 10-12 ആള് മഞ്ഞളിടിക്കുക. ആ പിന്നെ ഇവിടെ തന്ന രശീതി പുസ്തകത്തില് നിങ്ങളുടെ മുതലാളിയെ കൊണ്ട് വലിയൊരു സംഖ്യ എഴുതിക്കണം. ഭഗവതിയുടെ കാര്യല്ലേ, ബിസിനസ് അപാരാവും ഇനി എന്ന് പറഞ്ഞാ മതി. ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിലും ഈ രസം കിട്ടില്ല. അച്ഛൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയുമ്പോഴൊക്കെ വേണുവേട്ടന് ഇഷ്ടാവുന്നായിരുന്നു എന്റെ പേടി. ഈ പുഴവക്കത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചൊരു കോട്ടേജ് കെട്ടിയാൽ കൊള്ളാം. വീക്കെൻഡൊക്കെ വരാം. ആരോടും ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം പറയാതിരുന്നാ മതി. ടെലിഫോൺ പാടില്ല, അതാണ് പ്രധാനം. തനിച്ചെന്ത് ചെയ്യാൻ? ആ, അതും പിന്നെ പോറാവും. നേരെ തെങ്ങുമെന്ന് ഇങ്ങോട്ട് ഇറക്കിയതാ. പുളി അശേഷമില്ല. മൂപ്പർക്ക് ഇത് ഇഷ്ടാവോന്നായിരുന്നു എന്റെ സംശയം. പുഴമീൻ കിട്ടുമെന്ന് നോക്കാം എഴുത്തശ്ശ. നോക്കാം.
ഒരു ഗ്ലാസ് വേണമെങ്കിൽ എടുത്തോളൂ. ഓ എഴുത്തച്ഛന് ഇതൊന്നും പറ്റില്ല, മൂത്തത് തന്നെ വേണ്ടിവരും. ഗ്രാൻഡിയോ ബിസ്ക്യൂ വേണമെന്ന് വെച്ചാ ബസ്സിലെ കണ്ടക്ടറോട് പറഞ്ഞാൽ മതി, കൊണ്ടുതരും. വേണ്ട, അങ്ങനെ ഒരു നിർബന്ധമില്ല. ഈ പരലേ ഉണ്ടാവുള്ളൂ, ഇഷ്ടാവോ? ഓ ധാരാളം. ഓ എനിക്കിഷ്ടാവോന്ന എല്ലാവരുടെയും ചോദ്യം. ഞാൻ ബേസിക്കായിട്ട് തനി നാടനടോ. സൂട്ട്, സഫാരി, 5 സ്റ്റാർ ഒക്കെ പിന്നീട് വന്ന ഏറ്റുകെട്ടലല്ലേ. എഴുത്തച്ഛനോടൊരു കാര്യം പറയാൻ മറന്നു. കള്ളും കൂടെ കൊണ്ടുപോണത് കണ്ടു. മുതലാളിമാരെങ്ങനെയാ, കള്ളും കുടിക്കോ? അത്ഭുതാണല്ലോ. ചിലപ്പോ. ഈ മുതലാളി സാധാരണ കുടിക്കുന്ന കള്ളിന് കുപ്പിക്ക് 500 റുപ്യ വില. സ്കോച്ച് എന്ന് പറയും. ഇതെന്താ പാത്രം? ആ തള്ളക്ക് കൊണ്ടുപോയതാ ഇത്തിരി പായസം. ഗുരുതി കഴിഞ്ഞിട്ടല്ലേ പോവൂ? ആരും ക്ഷണിച്ചില്ലല്ലോ. നാട്ടിലെ ഗുരുതിക്ക് ആരെങ്കിലും ക്ഷണിക്കണോ? ഭഗവതി കൂടി ദേവിയുടെ അച്ഛന്റെ കസ്റ്റഡിയിലല്ലേ ഇപ്പോ? ആളുകൾ പറയുന്നതാ. പിന്നെ മന്ത്രിമാരാരും ഈ വഴിക്ക് വരാറില്ലേ ഇപ്പോ? അച്ഛന് കൂടെ വന്ന് ഫോട്ടോ എടുത്ത് സായുജ്യം കിട്ടാൻ. ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ പ്രമാണിയൊക്കെ ആയിട്ട് വകയിലൊരു അമ്മാവനുണ്ട്. മൂപ്പരുടെ മാളാ. നിനക്ക് ഒഴിഞ്ഞു വെച്ചതാവും. അയ്യോ, തന്തപ്പടി കേൾക്കണ്ട. ആദ്യം പറഞ്ഞിരുന്നത് കോലോത്ത തമ്പുരാൻ, ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ തമ്പുരാക്കന്മാരെ വെട്ടി. പകരം ബാങ്ക് മാനേജർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നിവർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. ഓഹോ, ഈ വകുപ്പിൽപ്പെടാത്തവരാരും ആ വഴിക്കേ നടക്കാൻ പാടില്ല എന്നാണ് അത്ര രാക്ഷസന്റെ കൽപ്പന. നമ്മുടെ എഴുത്തച്ഛൻ പറയുന്ന വിവരമാണ്. പെണ്ണ് റെഡിയാണോ? തട്ടിക്കൊണ്ട് പോണം. അയ്യോ, നമ്മൾ ആ വഴിക്കേ ഇല്ല. അവനെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല. അതാണ് സ്ഥിതി. എന്റെ അച്ഛൻ അമ്മയെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചതാ, അതറിയോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അച്ഛൻ വൈക്കത്ത് നിന്ന് വന്നൊരു സ്കൂൾ മാസ്റ്റർ, തെക്കൻ. കല്യാണക്കാര്യം പറഞ്ഞപ്പോ കാരണവർ അവമാനിച്ചു. 6 മാസം കഴിയുന്നതിന് മുമ്പേ അച്ഛൻ രജിസ്റ്റർ വിവാഹം കഴിച്ചു എന്നാണ് കഥ. ആ പാരമ്പര്യം നമുക്കൊന്ന് പ്രയോഗിച്ചു നോക്കാം. ഓ, വേണുവേട്ടൻ അച്ഛനും സ്കൂൾ മാഷായിരുന്നു? അതറിയില്ല. ആദ്യം. പിന്നെ അത് വിട്ട് സിംഗപ്പൂർക്ക് പോയി. എനിക്ക് നല്ല ഓർമ്മയില്ല. വരണൂന്ന് കമ്പി കിട്ടി കാത്തിരിക്കുമ്പോഴാ മരിച്ച വിവരത്തിന് വേറൊരു കമ്പി. എനിക്കൊന്ന് 3 വയസ്സാ. മനസ്സിന് വേഗമായിട്ട് കൂടി ഒരു പിക്ചറില്ല. അച്ഛനും അമ്മയും ഓരോന്ന് ചോദിക്കുമ്പോഴാ സത്യത്തിൽ വേണുവേട്ടനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഒരു തരത്തിലധികം അറിയാതിരിക്കുന്നതാണ് നല്ലത്. ആരെയും പിന്നീട് നിരാശപ്പെടാതിരിക്കാൻ.